UDF ക്യാമ്പിലേക്ക് പോയാൽ അവിടെ മുന്നണി വിപുലീകരണത്തിനൊപ്പം വിശാല രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകാൻ ഒരുങ്ങുകയാണ് UDF. LDF-ലെയും BJP-യിലെയും അസംതൃപ്തരായ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നീക്കം. മറ്റു പാർട്ടികളുടെ ജനപിന്തുണയുള്ള അവഗണിക്കപ്പെട്ട നേതാക്കളാണ് ഉന്നം. ജനപ്രീതിയുള്ള സിനിമ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും പട്ടികയിലുണ്ടാകുമെന്നാണ് സൂചന. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് രഹസ്യ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. റോഷിപാലാണ് ചേരുന്നത്. റോഷിപാൽ, ബത്തേരി ക്യാമ്പിലെ പ്രസംഗത്തിൽ തന്നെ VD സതീശൻ പ്രഖ്യാപിച്ചതാണ് ഇടത് സഹയാത്രികൾ അല്ലെങ്കിൽ ഇടതിനൊപ്പം നിൽക്കുന്നവർ, BJP-ക്കൊപ്പം നിൽക്കുന്നവർ അവരൊക്കെ തന്നെയും UDF-ലേക്ക് എത്തുമെന്നത്. ഏത് രീതിയിലാണ് ചർച്ചകൾ? ആരെയൊക്കെ കൂടെ കൂട്ടും? ഏത് രീതിയിലായിരിക്കും ഈ വിശാല ഐക്യം ഉണ്ടാക്കുക? വിനീത, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്നത്. അതിലേറ്റവും പ്രധാനമായുള്ളത് മറ്റ് പല നേതാക്കളെയും കേന്ദ്രീകരിച്ചാണ് UDF ഈ മുന്നണിയെ ഒരു പ്രത്യേക കൂട്ടായ്മയാക്കി മാറ്റാൻ തന്നെയാണ് അവർ ആലോചിക്കുന്നത്. അതിൽ വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ്, ആ വ്യക്തികളെ, പ്രധാനപ്പെട്ട ജനസ്വാധീനമുള്ള വ്യക്തികളെ UDF-ലേക്ക് എത്തിക്കുക. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ, ജനപിന്തുണയുള്ള ഈ വ്യക്തികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക. ഇങ്ങനെയുള്ള പദ്ധതികളാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നത്. അതിൽ CPM-ൽ ഇടഞ്ഞു നിൽക്കുന്ന അസംതൃപ്തരായ നേതാക്കളുണ്ട്, CPI-യിലും BJP-യിലുമുള്ള നേതാക്കളുണ്ട്. അവരെയൊക്കെ ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. പല നേതാക്കളുമായും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളൊക്കെ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏറെ വൈകാതെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, ഞെട്ടിക്കുന്ന നീക്കങ്ങൾ UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള മുന്നണി വിപുലീകരണമായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് UDF-ന്റെ ചെയർമാൻ തന്നെ പല ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. UDF ലക്ഷ്യമിടുന്നത് ഇത് തന്നെയാണ്. ഈ സിനിമാ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ പ്രമുഖരായ വ്യക്തികളെയൊക്കെ കേന്ദ്രീകരിച്ച് അവരെ സമൂഹത്തിൽ അവർക്കുള്ള സ്വാധീനം അത് പരമാവധി UDF-ന് ഉപയോഗപ്പെടുത്താനുള്ള വഴിയാണ് അവരെ UDF-ലേക്ക് ചേർത്തു നിർത്തുക എന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കപ്പുറത്തേക്ക് ഈ നേതാക്കളെ കൂടി അല്ലെങ്കിൽ വ്യക്തികൾക്ക് കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മുന്നണിയെ ആ തരത്തിലൊരു പ്ലാറ്റ്ഫോമാക്കി മാറ്റുക എന്ന് തന്നെയാണ് UDF നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതാണ് റോഷിപാൽ പറഞ്ഞതുപോലെ തന്നെ UDF 100 സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് നീക്കങ്ങൾ നടത്തുന്നത്. പരമാവധി പ്രമുഖരെ തന്നെ കളത്തിലിറക്കി സീറ്റ് ഉറപ്പിക്കുക, മുതിർന്ന നേതാക്കളെ ഒക്കെ തന്നെയും ഇറക്കുക. ലീഗാകട്ടെ ഇളവുകൾ നൽകി മത്സരരംഗത്തേക്ക് നേതാക്കളെ എത്തിക്കുന്നു എന്നതുകൂടിയുണ്ട്.